നമസ്കാരം. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് പുറത്ത് നിന്നിട്ടോ എടുക്കണത്. അകത്തെ വിശേഷങ്ങൾ, ഷോപ്പിംഗ്, പുറത്തുള്ള വിശേഷങ്ങളൊന്നുമല്ല. ഇന്നൊരു കുഞ്ഞ് പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മണി പ്ലാന്റ് ആണ് കേട്ടോ. ഞാനപ്പോൾ കൂടുതലും മണി പ്ലാന്റ്സാണ് ഞാൻ മേടിക്കാറുള്ളതും. അതേപോലെ തന്നെ എനിക്ക് വളർത്താൻ ഇഷ്ടം തന്നെയുണ്ട്. കാരണം വേറൊന്നുമല്ല, മടിയന്മാർക്ക് പറ്റിയ ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. വേറൊന്നുമല്ല, നമുക്ക് എപ്പോഴും അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത് മണി പ്ലാന്റിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് അധികം മണി പ്ലാന്റ് എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇത് മണി പ്ലാന്റ് ടിപ്സ്, കെയറിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ മഴയൊക്കെ പിന്നെ ഞാനത് കുറേ നാളത്തേക്ക് വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതിനു ശേഷം മണി പ്ലാന്റ് ആകെ ഒന്ന് പൊടി കളഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അതായത് മഴയത്ത് നല്ലോണം ഇലകളും കാര്യങ്ങളൊക്കെ വീണിട്ട് ആകെ ഒന്ന് മോശമായിട്ടാണ് ഞാൻ മറ്റേ വേനൽക്കാലത്ത് ഞാൻ താഴത്ത് തന്നെയാണ് കേട്ടോ, മണ്ണിൽ തന്നെയാണ് ഞാൻ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. മഴയായപ്പോഴേക്കും ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെ മതിലിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തതിനെ കുറച്ച് വെള്ളക്കെട്ട് പോലെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാ മണി പ്ലാന്റും എടുത്തു കേട്ടോ. ഫസ്റ്റ് തന്നെ എടുത്തു. പിന്നെ അതേപോലെ തന്നെ മഴയൊക്കെ പെയ്തതിന് ശേഷം ഒരുപാട് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കണ്ടോ. ഓരോന്ന് ചവറും കാര്യങ്ങളൊക്കെ മണി പ്ലാന്റിൻ്റെ ചെടിച്ചട്ടിയിലോട്ട് ഇങ്ങനെ വീണ് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി, അതേപോലെ ചവറൊക്കെ ഒന്ന് അടിച്ച് മാറ്റിയതിന് ശേഷം കേട്ടോ ഞാൻ മണി പ്ലാന്റ്സൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി എടുത്തത്. ഇത് മഞ്ജുള പോത്തോസാണ് കേട്ടോ. ഈ ഒരു പോത്തോസ് അതിൻ്റെ ഇലകളൊക്കെ കുറച്ച് കേടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കളഞ്ഞു. പിന്നെ അതിൽ ചീന ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മണി പ്ലാന്റ് 2 ടൈപ്പ് മണി പ്ലാന്റാണ് ഈ ഒറ്റ ചെടിച്ചട്ടിയിൽ ഞാൻ നട്ടേക്കണത്. ഇതൊക്കെ ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ ഇലകൾ വെച്ചിട്ടാണ് ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇത്രയും തിക്കായിട്ട് ഞാൻ മണി പ്ലാന്റൊക്കെ വളർത്തിയെടുത്തത്. ഇപ്പോൾ അത് കണ്ടോ, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെയ്യണ പോലെ കേട്ടോ, ഇതേപോലെ ഇങ്ങനെ ചുറ്റി നമുക്ക് ആ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇതേപോലെ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ആ ചെടിച്ചട്ടിയിൽ നല്ല തിക്കായിട്ട് മണി പ്ലാന്റ് വളരും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ ചെടിച്ചട്ടിയും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. എല്ലാത്തിലും നല്ലോണം ഒരുവിധം കണ്ടോ, എൻജോയ് ഫോട്ടോസൊക്കെ കണ്ടോ, നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ചെറിയ കമ്പുകളൊക്കെ നട്ട് കണ്ട് ഞാൻ ഇതേപോലെ ആക്കിയെടുത്തത്. ഇപ്പോൾ അത് ഒരുപാട് ഇങ്ങനെ വളർന്ന് നമുക്ക് ഹാങ്ങിങ് പോട്ട് പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ മതിലിൻ്റെ മേലെയാണ് കേട്ടോ ഞാൻ ചെടിച്ചട്ടിയൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ്, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇത് ഞാൻ മേടിച്ചതാണ്. ഒരു ചെറിയ തണ്ടായിരുന്നു ഞാൻ മേടിച്ച സമയത്ത് ഒരു ചെറിയ തണ്ടിന് 50 രൂപ എന്തോ ആയത്. ഞാൻ കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിലാക്കി വെച്ചതാണ്. ചെറിയ തണ്ടായതുകൊണ്ടാണ് ആ കുഞ്ഞ് ചെടിച്ചട്ടിയിലാക്കി വെച്ചത്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത സമയത്താണെന്ന് തോന്നുന്നുണ്ട് ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് നല്ലൊരു ചെടിച്ചട്ടിയിലോട്ട് ആക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അതേപോലെ ഞാൻ ഇതുപോലെ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ ഈ ചാനലിൽ. പക്ഷെ അതൊന്നും അധികം വ്യൂസ് എനിക്ക് കിട്ടാറില്ല. പക്ഷേ ഇതേപോലത്തെ ചെടികളുടെ വീഡിയോസ് ഞാൻ ഇടുമ്പോഴേക്കും കുറച്ച് വ്യൂസൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോസ് തന്നെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ വീഡിയോസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു കുഞ്ഞ് ടിപ്പാണ് ഞാൻ പറഞ്ഞത്. വേറൊന്നുമല്ല, നമ്മുടെ മണി പ്ലാന്റൊക്കെ ഇലകളൊക്കെ നന്നായിട്ട് നല്ല തിളക്കുള്ളതും അതേപോലെ ചെടി നന്നായിട്ട് വളരാനും ഒക്കെ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള കുഞ്ഞ് ടിപ്പാണേ. അത് നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. നമുക്ക് ഇനി ഇതിന് വേണ്ടി പോയി മേടിക്കുകയൊന്നും ചെയ്യണ്ട. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിത് ഈ ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ചേക്കണം മണി പ്ലാന്റ്. ഇതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് ഞാൻ കുറേ നാൾ മുമ്പാണ് കേട്ടോ. എന്തായാലും ഒരു 2-3-4 മാസം മുമ്പ് നോക്കിയാൽ മതി, അപ്പോഴേ കാണാൻ പറ്റാം. ഇതേപോലെ ചെറിയ ഇലകൾ വെച്ചാണ് ഞാൻ ഈ ഒരു പോട്ടൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിലുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു മണി പ്ലാന്റ് സ്റ്റിക്കിൽ കണ്ടോ, ഇത് മഴ പെയ്തിട്ട് ഒരു കണിക്കൊന്നയുടെ കമ്പാണ് കേട്ടോ. അതിങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതേപോലെ കണ്ടോ ഇതിൻ്റെ മണി പ്ലാന്റ് താഴത്തോട്ട് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൽ തന്നെ ചുറ്റി അങ്ങനെ വെക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ സ്റ്റിക്ക് ഉണ്ടാക്കുന്നത്, ആ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കുന്നതും അതേപോലെ മണി പ്ലാന്റ് വെക്കുന്നതും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ മണി പ്ലാന്റൊക്കെ നന്നായിട്ട് വളരാനുള്ള ഒരു കുഞ്ഞു ടിപ്പ് ഏതാണെന്ന് നോക്കാം. വേറൊന്നുമല്ല കേട്ടോ, പാലാണ് വേണ്ടത്. നമുക്ക് ഇതിന് വേണ്ടത് പാൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ഒരു 2 ടീസ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഒരു 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഈ പാൽ എടുക്കുമ്പം തിളപ്പിച്ച പാലൊന്നും എടുക്കരുത് കേട്ടോ. നമ്മുടെ സാധാ പച്ചപ്പാലുണ്ടല്ലോ അതെടുക്കാൻ നോക്കാം. അപ്പം പിന്നെ എന്നിട്ട് അതിൽ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യും. ഞാനിതിപ്പോൾ എടുത്ത് കുറച്ച് കൂടുതലായി പോയിട്ടോ. എനിക്ക് ഇത്രയും പാലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഉള്ളൂന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ധാരാളം മതി കേട്ടോ. എന്നിട്ട് ഞാനിത് ഈ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കുപ്പിയിലോട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വേറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനായിട്ട് നോക്കുന്നത് ഈ മണി പ്ലാന്റ്സ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലാത്തതാണ് അങ്ങോട്ട് നോക്കാറേയില്ല. അപ്പോൾ ഇപ്പോൾ ഇലകളൊക്കെ ആകെ ഒരു എന്താ പറയുക, ഒരു ജീവനില്ലാത്ത പോലെ ഇരിക്കണം കേട്ടോ. അതാണ് ഞാൻ എല്ലാം കൂടി എടുത്തത്. അതായത് ചവറും അതേപോലെ അഴുക്കും ഒക്കെ വീണിട്ട് പക്ഷെ മാവുണ്ട് ഇവിടെ വീട്ടിൽ. അപ്പോൾ മാവിൻ്റെ ഒരു കറയൊക്കെ വീണിട്ട് ആകെ ഒരു പൊടി പിടിച്ചിരിക്കണ പോലെയാണ് ഇലയ്ക്ക് ഇരിക്കുന്നത്. അതാണ് ഞാനപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ മണി പ്ലാന്റ് ആ ലീവ്സിലൊക്കെ ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ബോട്ടിലൊക്കെ അകത്തൊക്കെ വെച്ചേക്കണ മണി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ പക്ഷേ മണ്ണിലിപ്പം നമ്മൾ ചെടിച്ചട്ടിൽ നടന്ന മണി പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഉണ്ടാവുന്ന ഈ പാലുണ്ടല്ലോ അത് നമുക്ക് ആ ചെടികളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ബോട്ടിലൊക്കെ വളർത്തുമ്പോഴേക്കും ബോട്ടിൽ പാലിട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മണ്ണിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ അതേപോലെ ഈ ചെടിച്ചട്ടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ മണി പ്ലാന്റ്സിനും ഇതേപോലെ ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് പിന്നെ നമുക്ക് എന്ത് വളങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു 2 ആഴ്ചയൊക്കെ എത്തുമ്പോൾ നമുക്ക് കൂടുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ നമുക്കിത് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ മുട്ടത്തൊണ്ട് അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന്. അതും നല്ലതാണ് കേട്ടോ, നമുക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ മണി പ്ലാന്റ് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. എന്നാൽ ചിലവർ വളർത്തിയിരുന്നെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ വളരെയുമില്ല കേട്ടോ. അത് എങ്ങനെയാണോ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചോണ്ട് അതേപോലെ ഇരിക്കുന്നത് കാണാം. എനിക്ക് ചില സമയത്ത് ഞാൻ ചില ചെടികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാറുണ്ട് കേട്ടോ. ഒട്ടും വളരാണ്ട് അതങ്ങനെ തന്നെ നമ്മൾ എങ്ങനെയാണോ കടയിൽ നിന്ന് മേടിച്ചത് അതേപോലെ തന്നെ ഇരിക്കാറുണ്ട്. ഞാൻ മണി പ്ലാന്റ് ഫസ്റ്റ് ഓൺ ഞാൻ മേടിച്ചത് ചെറിയൊരു തണ്ടാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ വേറെയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നാൾ നിന്നിട്ടും ആ മണി പ്ലാന്റ് അങ്ങനെ തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ ഒട്ടും വളരാണ്ട് അത് എങ്ങനെയാണോ മേടിച്ചത് അതേപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ചെടിച്ചട്ടിയിൽ നിന്ന് അതൊക്കെ മണ്ണൊക്കെ പറിച്ചെടുത്തിട്ട് ആ പോട്ടിൽ മിക്സൊക്കെ മാറ്റി നമ്മൾ സാധാ മണ്ണും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെയാണ് അതൊന്ന് നന്നായിട്ടൊന്ന് വളർന്നു വന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടി കടയിൽ നിന്ന് മേടിച്ചപ്പോഴേക്കും ഒരു കൽപ്പൊടി എന്താണെന്ന് അറിയില്ല, പിന്നെ കട്ടയായിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അധികം വളർച്ചയൊന്നും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കണമായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പാലുണ്ടായിരുന്നത് കുറേശ്ശെ കേട്ടോ, ഞാൻ കുറച്ച് കൂടുതലായിപ്പോയി ഞാൻ ഒഴിച്ചത്. എല്ലാ ചെടിച്ചട്ടികളിലും കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമുക്കിത് ബോട്ടിലുള്ള വെള്ളത്തിലുള്ള നമ്മൾ ഇട്ടേക്കുന്ന മണി പ്ലാന്റിലാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ.